സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 8. സൂസമ്മച്ചിക്ക് അറിയാലോ, ആനി ചേച്ചിക്കും ജൂലിക്കും അറിയാലോ ഞാൻ അവന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു. അവൻ്റെ കേസ് നടത്തിയില്ലേ, അവൻ്റെ പെങ്ങളുടെ കൊച്ചിനെ കൊണ്ടു നടന്ന് ചികിത്സിച്ചില്ലേ, സ്വന്തം കുടുംബം പോലെ ഞാൻ ഈ കുടുംബത്തെ കാര്യങ്ങൾ നോക്കിയില്ലേ. ആരും മിണ്ടുന്നില്ല. ഔസേപ്പച്ചൻ്റെ കണ്ണ് കലങ്ങി, സ്വരം വിറച്ചു. അവനെന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നീ വേണമെങ്കിൽ പോയി ദേവസിക്കുട്ടിയുടെ മോളെ കെട്ടിക്കോളാൻ, എന്നാലും ഒരു കന്നുകാലി കച്ചവടക്കാരൻ്റെ മകന് എൻ്റെ പെങ്ങളെ തരില്ലടാന്ന്. അവൻ ജീവനോടിരിക്കുമ്പോൾ നടത്താൻ സമ്മതിക്കില്ലെന്ന്. അവനെ തൂക്കുമരത്തിൽ കയറ്റിയിട്ട് വേണമെങ്കിൽ കെട്ടിക്കോളാൻ. സൂസമ്മയും ആനിയും പരസ്പരം നോക്കി. ഔസേപ്പച്ചൻ്റെ കവിൾ ചുവന്ന് വിറകൊള്ളുന്നുണ്ടായിരുന്നു. ആർക്ക് വേണം മിന്നിച്ചായൻ്റെ സമ്മതം? അതില്ലാതെ ഈ കല്യാണം നടക്കില്ലേ. ഇവിടെ ആർക്കാ അതിൽ എതിർപ്പുള്ളത്? ജൂലി പൊട്ടിത്തെറിച്ചു. അവൾ കരയുന്നുണ്ടായിരുന്നു. വിന്നിച്ചൻ്റെ സമ്മതം നോക്കണ്ട ഔസേപ്പച്ച, ആനി ദൃഢസ്വരത്തിൽ പറഞ്ഞു. നമുക്ക് ഈ കല്യാണം നടത്താം, ഞങ്ങൾക്ക് സമ്മതമാണ്. ഞാനും അതുതന്നെയാണ് പറയുന്നേ, സൂസമ്മയും തറപ്പിച്ചു പറഞ്ഞു. നിഷേധാർത്ഥത്തിൽ തല വെട്ടിച്ചുകൊണ്ട് ഔസേപ്പച്ചൻ എഴുന്നേറ്റു. മുമ്പൊരിക്കലും ഞാൻ വിന്നിച്ചനോട് ചോദിച്ചതാ, ജൂലിയെ എനിക്ക് തന്നേക്കാമോടാന്ന്. അന്ന് അവൻ പറഞ്ഞു, നീ ഒരു കന്നാലി കച്ചവടക്കാരൻ്റെ മകനല്ലേടാ ചെറ്റേന്ന്. തന്തയ്ക്ക് പുറക്കാത്തവനെന്നാ അവൻ അന്ന് എന്നെ ആക്ഷേപിച്ചത്. അതെല്ലാം ഞാൻ സഹിച്ചു. നാണം കെട്ട് ജയിലിൽ കയറി ചെന്ന് വീണ്ടും അവനോട് ചോദിച്ചു. ഞാനൊരാണല്ലേ സൂസമ്മച്ചി, എനിക്കും വലിയ അഭിമാനം. ആർക്കും വേണ്ടാതെ ചിലവാകാതെ കിടക്കുന്ന ചന്ത ചരക്കൊന്നുമല്ല ഇത്. ഞാനതവന് കാണിച്ചു കൊടുക്കാം. അവൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ കെട്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കാം. ഇല്ലിക്കൽ ഔസേപ്പച്ചൻ വെറും കൂറയാണെന്ന് കരുതി അവൻ. ഔസേപ്പച്ച വിന്നിച്ചനെ ഓർക്കുകയേ വേണ്ട, നമുക്ക് കല്യാണം നടത്താം. ആനി ചകിതയായി കെഞ്ചി. വേണ്ട, ഹൈക്കോടതിയിൽ കൊടുത്ത അപ്പീൽ വിധിയാകാറായി. നാളെ കോടതി അവനെ വെറുതെ വിട്ടെന്നിരിക്കും. എനിക്ക് നാട്ടിൽ ജീവിക്കണം. അവനോട് യുദ്ധം ചെയ്യാൻ വയ്യ. അതല്ല, കോടതി അവൻ്റെ ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ ഞാൻ അവനെ ചതിച്ചതാണെന്ന് അവൻ കരുതും. ജൂലിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേസിൽ തിരിമറി നടത്തിയെന്ന് പറഞ്ഞെന്നിരിക്കും. എനിക്കിനി ഒന്നും കേൾക്കാൻ വയ്യ. കേട്ടിടത്തോളം മതിയായി. ചെവി പൊത്തിപ്പിടിക്കുന്ന ആംഗ്യവിക്ഷോഭത്തോടെ ഔസേപ്പച്ചൻ പോകാൻ ഭാവിച്ചു. ഔസേപ്പച്ച നിൽക്ക്, ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്ക്, സൂസമ്മ അപേക്ഷിച്ചു. വേണ്ട സൂസമ്മച്ചി, ആത്മസുഹൃത്തിനോട് കൂറും നന്ദിയും കാണിച്ചതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടി. 2.5 കൊല്ലം ഞാൻ ആളുകളുടെ കുത്തുവാക്കും അപവാദവും ഏഷണിയും കേട്ട് ജീവിച്ചു. ഇനി വയ്യ. കരൾ പറിക്കുന്ന സങ്കടം ഉണ്ട് എനിക്ക്. പക്ഷേ ഞാൻ പോവാണ്. ഒത്തുകല്യാണത്തിന് നിങ്ങളെ ആരെയും ഞാൻ ക്ഷണിക്കുന്നില്ല. അത്രയും ക്രൂരത എനിക്കില്ലാത്തത് കൊണ്ട്. അയാൾ ഇറങ്ങിച്ചെന്ന് കാറിൽ കയറി. കാർ മുറ്റത്തിട്ട് തിരിച്ചു. ആനിയും സൂസമ്മയും സിറ്റൗട്ടിൽ വന്ന് പകച്ചു നോക്കി. കാർ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞ് ജൂലിയെ നോക്കി. സ്ഥലകാല ബോധമില്ലാത്തവളെ പോലെ ഇരുന്ന ജൂലി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടി. ആനിയും സൂസമ്മയും മുഖത്തോട് മുഖം നോക്കി. അവർ ചെല്ലുമ്പോഴേക്കും ജൂലി വാതിലടിച്ച് ബോൾട്ടിട്ട് കഴിഞ്ഞിരുന്നു. ആനിയും സൂസമ്മയും വാതിലിൽ തള്ളി. ജൂലി, വാതിൽ തുറക്കുമോളെ, സൂസമ്മ ഭയചകിതയായി വിളിച്ചു. ജൂലി. ആനി വാതിലിൽ ആഞ്ഞ് തള്ളുകയും ഇടിക്കുകയും ചെയ്തു. അകത്തു നിന്നൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ വല്ല അബദ്ധവും കാണിക്കും അമ്മേ. ആനിക്ക് പേടിയായി. അവൾ ഓടിച്ചെന്ന് ജസ്റ്റിനെ വിളിച്ചു. അവൻ കട്ടിലിൽ ചുരുണ്ടു ഓടിക്കിടന്ന് ഉറക്കമായിരുന്നു. ആനി അവനെ പിടിച്ചു കുലുക്കി എഴുന്നേൽപ്പിച്ചു. അവൻ ദേഷ്യത്തോടെ ആനിയെ നോക്കി. ഒരിടത്ത് കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ? ഇതെന്നാ ഏർപ്പാടാ? ഇവിടെ എന്നെ ഭൂമിവിലക്കം ഉണ്ടായോ? എടാ, ജൂലി മുറിക്കകത്ത് കയറി വാതിലടിച്ചിരിക്കുക. അവൾ വല്ല അബദ്ധവും കാണിക്കുമെന്ന് ആർക്കറിയാം? ആനി നിലവിളിക്കും പോലെ പറഞ്ഞു. തർക്കിക്കാൻ നിൽക്കാതെ ജസ്റ്റിൻ ചാടി പിടഞ്ഞ് എഴുന്നേറ്റ് ചെന്നു. അവനും 3-4 ആവർത്തി വാതിലിൽ ആഞ്ഞു തള്ളുകയും ഇടിക്കുകയും ചെയ്തു. പിന്നെ അവൻ പിൻവാതിലിലൂടെ ഇറങ്ങി മുറ്റത്ത് ചാടി. മുറ്റത്തുകൂടി വീടിൻ്റെ വലതുഭാഗത്തേക്ക് വന്നു. അവൻ്റെ പിറകെ ആനിയും ഓടി ഇറങ്ങി വന്നു. ജൂലിയുടെ മുറിയുടെ ജനാലകൾ അടഞ്ഞു കിടന്നിരുന്നു. അതിൻ്റെ കണ്ണാടിച്ചില്ല അവൻ മുഷ്ടി കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു. അവൻ്റെ കൈ മുറിഞ്ഞ് ചോര വാർന്നു. ജനാലവിരി വകഞ്ഞു മാറ്റി അകത്തേക്ക് നോക്കിയ ജസ്റ്റിൻ പെട്ടെന്നുണ്ടായ നടുക്കത്തിൽ അമ്മേ എന്ന് ഉറക്കം നിലവിളിച്ചു. അവൻ്റെ ശരീരം കുടഞ്ഞു വിറയ്ക്കുന്നത് കണ്ട് ആനിയും നിലവിളിച്ചു. ഫാനിൽ നിന്നും കെട്ടിയിട്ട കുടുക്കിൽ തൂങ്ങിക്കിടന്ന ജൂലിയുടെ ശരീരം അപ്പോഴും പിടഞ്ഞുകൊണ്ടിരുന്നു. അലമുറയിട്ട് കരയുകയായിരുന്നു ആനി. മോനെ ജസ്റ്റി, അവളെ രക്ഷിക്കടാ. എൻ്റെ ദൈവമേ. 2 കൈയും തലയിൽ വെച്ച് ആനി അത്യുച്ചത്തിൽ നിലവിളിച്ചു. ജസ്റ്റിൻ ജനാലക്കിൽ നിന്നും വീട്ടിലുള്ളിലേക്ക് ഓടി. ഓടി വരണേ, രക്ഷിക്കണേ, അലറിക്കരഞ്ഞുകൊണ്ട് ആനിയും പിന്നാലെ ഓടി. പിൻവാതിലിൽ എത്തുമ്പോഴേക്കും അവൾ കുഴഞ്ഞു വീണുപോയി. ജസ്റ്റിൻ പാഞ്ഞു മുറിയുടെ മുമ്പിലെത്തി. അവൻ്റെ ഉടലാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് മാറി നിൽക്കമ്മേ. ജസ്റ്റിൻ സൂസമ്മയെ തള്ളി മാറ്റി.
പിന്നെ സർവ്വശക്തിയും എടുത്ത് കതകിന്മേൽ ആഞ്ഞു ചവിട്ടി. എൻ്റെ ഈശോയെ! സൂസമ്മ തളർന്ന നിലത്തേക്കിരുന്നു. ആനിയുടെ നിലവിളി കേട്ട് അയൽക്കാർ ഓടി വരുന്നുണ്ടായിരുന്നു. ജസ്റ്റിൻ്റെ തുടരെയുള്ള ചവിട്ടേറ്റ് മുകളിലെ ബോൾട്ട് ഇളകി. അടുത്ത ചവിട്ടിന് വാതിൽപ്പാളി മലർക്കെ തുറന്ന് ഭിത്തിയിൽ ചെന്നിടിച്ചു. മുറിക്കുള്ളിൽ ജൂലിയുടെ പിടച്ചിൽ മിക്കവാറും നിലച്ചു കഴിഞ്ഞിരുന്നു. ജസ്റ്റിൻ അവളുടെ കാലിൽ വട്ടം പിടിച്ച് മുകളിലേക്ക് പൊക്കി. എന്നിട്ട് അമ്മയുടെ നേർക്ക് അലറി, ഒരു കത്തി എടുത്തോണ്ട് വാ അമ്മേ. സൂസമ്മ ഒന്നേ നോക്കിയുള്ളൂ. ഹൃദയഭേദകമായ കാഴ്ച കണ്ടവർ ബോധം വറ്റി വീണു. ഓടി വന്ന അയൽക്കാരും കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ച് നിന്നുപോയി. അടുത്ത വീട്ടിലെ പൗലോസ് ചേട്ടനാണ് അടയ്ക്കാൻ മുറിക്കുന്ന മടക്കുപിച്ചാത്തി നിവർത്തി ഫാനിൽ തൂങ്ങിക്കിടന്ന ശരീരത്തിന് മുകളിലെ സാരിക്കുടുക്ക അറുത്തിട്ടത്. താഴെ ജൂലിയുടെ ശരീരം താങ്ങിപ്പിടിച്ചു നിന്ന ജസ്റ്റിൻ ഭാരം തനിച്ച് താങ്ങാനാവാതെ വേച്ചുപോയി. അപ്പോഴേക്കും ആരൊക്കെയോ ഓടി വന്ന് താങ്ങിപ്പിടിച്ചു. ജൂലിയെ നിലത്ത് കിടത്തി. അവളുടെ പാദങ്ങളും കൈവിരലുകളും അനങ്ങുന്നുണ്ടായിരുന്നു. തൊണ്ടക്കുഴിയിൽ ഒരല്പശ്വാസം ബാക്കി കിടന്നു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, പൗലോസ് ചേട്ടൻ പറഞ്ഞു. ആരോ പോയി ജീപ്പ് വിളിച്ചു കൊണ്ടുവന്നു. ജൂലിയെ അതിലെടുത്ത് കിടത്തി. മുളങ്കരയിലെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി ചീറിപ്പാഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അവർ ജൂലിയെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ജൂലിയുടെ ശ്വാസം നിലച്ചിരുന്നു. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാനും പൾസ് വീണ്ടെടുക്കാനും ഡോക്ടർമാരും നഴ്സുമാരും ആവുന്നത്ര ശ്രമിച്ചു നോക്കി. അവളുടെ ഹൃദയമിടിപ്പ് നിലച്ചിട്ട് ഏതാനും നിമിഷങ്ങളെ ആയിരുന്നുള്ളൂ. ഒടുവിൽ ഡ്യൂട്ടി ഡോക്ടർ ആശുപത്രിയിൽ ഓടിക്കൂടിയ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും നേർക്ക് കൈമലർത്തി കാട്ടി. കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. വിവരമറിഞ്ഞ ഔസേപ്പച്ചൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. അപ്പോഴേക്കും ജൂലിയുടെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. ഔസേപ്പച്ചൻ ഉടൻ പോലീസ് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലേക്കും ആരോ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. പോലീസ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നതേയുള്ളൂ. ഔസേപ്പച്ചനെ കണ്ടതും SI ശശിശങ്കർ സൗഹാർദ്ദത്തോടെ സ്വീകരിച്ച് കസേര കൊടുത്തിരുത്തി. എന്തൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താൻ കൊണ്ടു നടന്ന പെണ്ണല്ലേ, അവൾ തൂങ്ങിച്ചത്തെന്ന്. എന്ത് ചെയ്യാനാ സാറേ, അതൊരു പൊട്ടി പെണ്ണായിരുന്നു. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു കളയോ? നല്ലൊരു ജീവിതം കൊണ്ടുപോയി തുലച്ചില്ലേ? ഇനി താനെങ്ങാനും ആണോ അതിന് കാരണക്കാരൻ? അവളെ ഞാൻ കല്യാണം കഴിച്ചേക്കും എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ അവളുടെ ചേട്ടൻ സമ്മതിക്കില്ല. ഞാൻ ജയിലിൽ ചെന്ന് കണ്ട് ചോദിച്ചിട്ടും സമ്മതിച്ചില്ല. ഞാൻ ആ വിവരം അവളോടും തള്ളിയോടും പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് ഞാൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്നും പറഞ്ഞു. ഇതാണ് സാറേ സംഭവം. ഔസേപ്പച്ചൻ തൻ്റെ സത്യസന്ധത വെളിപ്പെടുത്തുന്ന മട്ടിൽ തുടർന്നു. എന്തായാലും പോയത് പോയി. ഇനി സാർ ആ വീട്ടിലുകാരെ ഓരോന്നും ചോദിച്ച് അലട്ടരുത്. നാട്ടുകാരുടെ മുമ്പിൽ അവരെ ഇട്ട് നാണം കെടുത്തരുത്. പാവങ്ങളാ. ആ തള്ള ഇതെങ്ങനെ സഹിക്കും? മകൻ വധശിക്ഷ കാത്ത് ജയിലിൽ. മകൾ ഒരുത്തി വളരെ പെട്ടെന്ന് വിധവയായി. ശേഷിച്ച മകൾ ആത്മഹത്യയും ചെയ്തു. അതുകൊണ്ട് സാർ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്താൽ കുടുംബത്തെ ഇനിയും നാറ്റിക്കരുത്. SI ശശിശങ്കർ നെറ്റി ചുളിച്ചു. താൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാറേ, ഇത് കൊലപാതകമോ ആത്മഹത്യ എന്നൊക്കെ ഓരോരുത്തരും ഓരോ കിംവദന്തികൾ പ്രചരിപ്പിക്കും. നമ്മളതിന് വലിയ ബലം കൊടുക്കണ്ട. കഴിയുന്നിടത്തോളം ഒതുക്കത്തിൽ നടപടികൾ തീർത്താൽ ആ കുടുംബത്തിന് അത് വലിയ ഉപകാരമായിരിക്കും. ഞാൻ എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി. അവർക്കൊരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. സാറ് പറഞ്ഞാൽ മതി. SI ശശിശങ്കർ ഔസേപ്പച്ചനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിമിഷങ്ങളോളം അങ്ങനെ ഇരുന്നു. ഔസേപ്പച്ചൻ താൻ എന്ത് ചെയ്യാനും സന്നദ്ധനാണെന്ന് ഒരിക്കൽ കൂടി തലകുലുക്കി. പോലീസ് ഹോസ്പിറ്റലിൽ പോയി ജഡം കണ്ടു. അവരുടെ പ്രാഥമിക നടപടികൾ ചടങ്ങ് പോലെ തീർത്തു. സംഭവ സ്ഥലത്തേക്കും പോലീസ് പോവുകയുണ്ടായി. SI ശശിശങ്കർ ജസ്റ്റിനെ മാത്രം വിളിച്ചു മാറ്റി നിർത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു മുറിയിൽ വിളിച്ചു കയറ്റി വാതിലും ജനലുമെല്ലാം അടച്ചിട്ട ശേഷമായിരുന്നു ശശിശങ്കറിൻ്റെ ചോദ്യം ചെയ്യൽ. എപ്പോഴായിരുന്നടാ സംഭവം? വൈകുന്നേരം. അപമാനഭാരം കൊണ്ടും ദുഃഖം കൊണ്ടും ജസ്റ്റിൻ്റെ തല താണുപോയിരുന്നു. അതിന് പ്രേരിപ്പിച്ച സംഗതി എന്താ? ഇവിടെ വഴക്കു വല്ലതും ഉണ്ടായോ? ഔസേപ്പച്ചൻ ചേട്ടൻ ഇവിടെ വന്നു. ജൂലി ചേച്ചിയെ കല്യാണം കഴിക്കാൻ വിന്നിച്ചായൻ സമ്മതിക്കാത്തത് കൊണ്ട് വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഉടനെ ജൂലി ചേച്ചി കരഞ്ഞുകൊണ്ട് മുറിയിൽ കയറി. വാതിലടച്ചു. ഞങ്ങളെല്ലാം മാറി മാറി വിളിച്ചിട്ടും തുറന്നില്ല. അവസാനം ഞാനാ വാതിൽ ചവിട്ടി തുറന്നത്. അവൻ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. SI ശശിശങ്കർ സമാധാനിക്കുന്ന പോലെ അവൻ്റെ തോളത്ത് തട്ട. എന്നിട്ട് ഞാനും പൗലോസ് ചേട്ടനും കൂടി ആ സാരിക്കുടുക്ക് മുറിച്ച് ചേച്ചിയെ താഴെ ഇറക്കിയത്. അന്നേരം ജീവനുണ്ടായിരുന്നു. ജസ്റ്റിന് ഏങ്ങലടിച്ചു. ഒലിച്ചിറങ്ങിയ കണ്ണുനീര് അവൻ 2 കൈപ്പത്തി കൊണ്ടും അമർത്തി തുടച്ചു. സംഭവം നടന്ന മുറി പോലീസ് പരിശോധിച്ചു. വാതിൽ ചവിട്ടി തുറന്ന നിലയിലായിരുന്നു. മേശപ്പുറത്തു നിന്ന് ഒരു കുറിപ്പും പോലീസ് കണ്ടെടുത്തു. അതിലിങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ മരണത്തിന് ആരെങ്കിലും ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ അത് ജയിലിൽ കിടക്കുന്ന വിന്നിച്ചായൻ മാത്രമാണ്.
വേറൊന്നുമില്ല. സംഭവത്തെക്കുറിച്ചുള്ള ചിത്രം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി. ഇനി യാതൊരു ദുരൂഹതയുമില്ല. പോലീസ് അവരുടെ നടപടികൾ പൂർത്തിയാക്കി മടങ്ങി. കൂടെ കൂടെ ബോധമുണരുമ്പോൾ പിച്ചും പേയും പുലമ്പിയും ഒരമ്മ നെഞ്ചു തകർന്ന് ആ വീടിനുള്ളിൽ അപ്പോഴും കിടപ്പുണ്ടായിരുന്നു. ആനി ആ സമയത്തും ആ ദുരന്തം സൃഷ്ടിച്ച ഷോക്കിൽ നിന്നും മോചിതയായിരുന്നില്ല. അവൾ പിൻവാതിലിൻ്റെ പടിയിൽ തണുത്തുറഞ്ഞു പോയ ശില കണക്കേയിരുന്നു. കരഞ്ഞുകൊണ്ട് അവളുടെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അയൽപക്കത്തെ സ്ത്രീകൾ അതിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിറ്റേന്നാണ് ജൂലിയുടെ മൃതദേഹം വിട്ടുകിട്ടിയത്. ഔസേപ്പച്ചൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും പിന്നിൽ നിന്ന് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ജൂലി തൂങ്ങി മരിച്ചതാണെന്ന് തെളിഞ്ഞു. അവളുടെ ഗർഭപാത്രത്തിൽ 1.5 മാസം വളർച്ചയെത്തിയ ഒരു ഭ്രൂണവും ഉണ്ടായിരുന്നു. ജൂലി ഗർഭിണിയായിരുന്നെന്ന വിവരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും പോലീസും ഔസേപ്പച്ചനും മാത്രമേ തൽക്കാലം അറിഞ്ഞുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഉൾക്കൊള്ളിച്ചിരുന്നുവെങ്കിലും നാട് മുഴുവൻ അത് ഫ്ലാഷാക്കി ആ കുടുംബത്തെ ഇനിയും നാറ്റിക്കണ്ട എന്ന ഔസേപ്പച്ചൻ്റെ അപേക്ഷയെ മാനിച്ച് പോലീസ് അത് ഒതുക്കി വെക്കുകയാണുണ്ടായത്. സംഭവത്തിൻ്റെ പിറ്റേന്ന് ജൂലിയുടെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. ശിലാസ്തൂപങ്ങളും കല്ലറകളും മാർബിൾ ഫലകങ്ങളും ഇല്ലാത്ത നിലത്ത് ജൂലിക്ക് വേണ്ടി ഒരു മൺകൂന തീർന്നു. ചടങ്ങിന് ശേഷം ആളുകൾ വേഗം മടങ്ങി. ഇന്നലത്തെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും നെഞ്ചിലൊളിപ്പിച്ച് ജൂലി ആ മൺകൂനയ്ക്കടിയിൽ ഇനി ഒരിക്കലും ഉണരാത്ത നിദ്രയിൽ ആണ്ടുകിടന്നു. മരണവീട് ശോകമൂകതയിൽ ഉറഞ്ഞു. ചില അടുത്ത ബന്ധുക്കൾ മാത്രം സൂസമ്മയെയും ആനിയെയും കണ്ട് ഏതാനും ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് സ്ഥലം വിട്ടു. സൂസമ്മ തോരാത്ത കണ്ണീരും വിലാപവുമായി ഒരേ കിടപ്പ് കിടന്നു. ജസ്റ്റിൻ സിറ്റൗട്ടിലെ ലൈറ്റ് അണച്ച ശേഷം അവിടെ ഒരു തൂണും ചാരിയിരുന്നു. പാതിരാത്രി കഴിഞ്ഞു. ആനി വന്ന് നോക്കുമ്പോൾ ജസ്റ്റിൻ മുറ്റത്തെ ഇരുട്ടിലൂടെ നടക്കുന്നുണ്ട്. കുറച്ചു നേരം നടക്കും. പിന്നെ ആരോ പിടിച്ചു കെട്ടിയതുപോലെ ദൂരെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി അന്തം വിട്ട മട്ടിൽ നിൽക്കും. പിന്നെയും എന്തോ ഓർത്തിട്ടെന്ന പോലെ നടക്കും. ജസ്റ്റി, ആനി ഗദ്ഗത സ്വരത്തിൽ വിളിച്ചു. ജസ്റ്റിൻ തിരിഞ്ഞ് ആനിയെ നോക്കി. നീ ഇങ്ങനെ വിഷമിച്ചാലോ? വന്ന് കിടക്ക്. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? പോയി ചാകരുതോ? അവൻ അവളുടെ നേർക്ക് പൊട്ടിത്തെറിച്ചു. മോനെ, ആനി വേദനയോടെ വിളിച്ചു. അമ്മയോടും പറ എവിടെയെങ്കിലും പോയി ചത്ത് കളയാൻ. തൂങ്ങിയോ വിഷം കുടിച്ചോ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചാകാമെന്ന് പറ. നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ? ഞങ്ങളെ കൂടി ആശ്വസിപ്പിക്കേണ്ടവനല്ലേ നീ? ഞങ്ങൾക്കിനി നീ മാത്രമല്ലേ ഉള്ളൂ? ആനി ഏങ്ങലടിച്ചു. എനിക്കിനി ജീവിക്കണ്ട. ചേട്ടൻ കൊലയാളി, തൂക്കുമരം കാത്ത് ജയിലിൽ, ചേച്ചി തൂങ്ങിച്ചത്തു. എനിക്കിനി ഈ നാട്ടിൽ ജീവിക്കണ്ട. അവൻ ആരോടോ പക തീർക്കാൻ എന്ന പോലെ കയ്യും വീശി പാദങ്ങൾ അമർത്തി ചവിട്ടി മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആനി അതും നോക്കി അല്പനേരം അവിടെ തന്നെ നിന്നു. പിന്നെ അമ്മയുടെ അരികിലേക്ക് പോയി. 2 ദിവസം കൂടി കടന്നുപോയി. 3-ാം ദിവസം നേരം പുലരുമ്പോൾ ജസ്റ്റിൻ വീട്ടിലുണ്ടായിരുന്നില്ല. ആനി വീട്ടിലും പരിസരത്തും ജസ്റ്റിനെ തിരഞ്ഞു നടന്നു. പായിപ്പാട്ടൻ ജസ്റ്റിനെ കാണാനില്ലെന്നറിഞ്ഞ അയൽക്കാരും തെരച്ചിലിനിറങ്ങി. പുഴയിലും പൊട്ടക്കിണറ്റിലും പാറമടയിലും അവർ ജസ്റ്റിനെ തിരഞ്ഞു നടന്നു. അവൻ ആത്മഹത്യ ചെയ്തുവോ എന്നായിരുന്നു പലർക്കും സംശയം. ആനി പറഞ്ഞ വിവരം വെച്ച് നോക്കിയാൽ അവൻ ആത്മഹത്യ ചെയ്തിരിക്കാനാണ് സാധ്യതയെന്ന് എല്ലാവരും കരുതി. അന്ന് പകൽ മുഴുവൻ തിരഞ്ഞിട്ടും ജസ്റ്റിനെ എവിടെയും കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രിക്ക് ശേഷം അവനെ ആരും കണ്ടിട്ടില്ല. ആനി ഔസേപ്പച്ചനെ ഫോണിൽ വിളിച്ചുവെങ്കിലും ലൈനിൽ കിട്ടിയില്ല. ആ സമയത്ത് ഇടവക പള്ളിയിൽ ഇല്ലിക്കൽ ഔസേപ്പച്ചനും കല്ലിങ്കൽ ദേവസിക്കുട്ടിയുടെ മകൾ വിജിയും തമ്മിലുള്ള മനസ്സമ്മതം നടക്കുകയായിരുന്നു. പള്ളിയിലെ ലളിതമായ ചടങ്ങിന് ശേഷം ദേവസിക്കുട്ടിയുടെ വീട്ടിൽ ഗംഭീരമായ സ്വീകരണ സൽക്കാരങ്ങളും സദ്യയും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഔസേപ്പച്ചൻ രാത്രിയിൽ പായിപ്പാട്ട് വീട്ടിലെത്തി. അയാളെ കണ്ടതും സൂസമ്മ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. എൻ്റെ മോനെ കൊലയ്ക്ക് കൊടുത്തല്ലോടാ നീയ്. നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെ കരുതിയതാണല്ലോടാ. ഔസേപ്പച്ചൻ ശോകമൂകനായി തലയും താഴ്ത്തി നിന്നു. ഞാൻ എന്ത് ചെയ്യാനാ സൂസമ്മച്ചി? ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ, അയാൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. എൻ്റെ മോള് നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാടാ. എന്നിട്ട് നീ എനിക്കവളെ കല്യാണം കഴിക്കാൻ 100 മനസ്സാണെന്ന് ഞാൻ എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞതാ സൂസമ്മച്ചി. വിന്നിച്ചൻ ഒറ്റയൊരാളല്ലേ അത് മുടക്കിയത്. അവൻ സമ്മതിച്ചിരുന്നെങ്കിൽ ജൂലി മരിച്ചു കിടന്നിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കയറാൻ പോലും ഔസേപ്പച്ചന് തോന്നിയില്ലല്ലോ. ആനി വേവലാതിപ്പെട്ടു. മനഃപൂർവ്വം വരാഞ്ഞതാ. നിങ്ങളെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യായിരുന്നു. ജൂലി മരിച്ചെന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. അവൾ എന്തിനങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു? അതിനു മുമ്പ് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ജൂലി മരിച്ചു കിടക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ലാഞ്ഞിട്ടാണ് ചേച്ചി ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത്. അതാണ് സത്യം. ശവമടക്കിന് പോലും ഔസേപ്പച്ചനെ കണ്ടില്ല. ഞാനുണ്ടായിരുന്നു സൂസമ്മച്ചി, എല്ലായിടത്തും ഞാനുണ്ടായിരുന്നു. ഞാനാ പിറകിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഏർപ്പാടാക്കിയത്.
കോട്ടയത്ത് നിന്ന് പോലീസ് സർജനെ കൂട്ടിക്കൊണ്ടുവന്നു പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചതും ശവപ്പെട്ടിയും കാര്യങ്ങളും ഏർപ്പാടാക്കിയതും ഞാനാ. പള്ളി സെമിത്തേരിയിൽ ശവമടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച വികാരി അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചതും പത്രത്തിലൊക്കെ വാർത്ത വന്ന് നാറാതിരിക്കാൻ വേണ്ടത് ചെയ്തതും ഞാനാ. പോലീസുകാർ ഇവിടെ വന്ന് നിങ്ങളെ ആരെ ഉപദ്രവിക്കാഞ്ഞത് എന്തുകൊണ്ടാ? ഞാൻ ഇടപെട്ടതുകൊണ്ട്. ഇവിടെ വന്നില്ലെങ്കിലും ഒരു കുറവും വരുത്താതെ നോക്കി നടത്തുന്നുണ്ടായിരുന്നു ഞാൻ. എൻ്റെ മോള് പോയത് നിനക്ക് സൗകര്യമായി അല്ലേടാ? ഇനി നീ ഞങ്ങളെ കൂടി കൊല്ല്. പക്ഷേ നീ ഒരു കാര്യം ഓർത്തു, എൻ്റെ മോളെ കൊല്ലിച്ചിട്ട് നീ ഒരു കാലത്തും ഗതി പിടിക്കുകയല്ല. നീ നശിച്ചു പോകും, നിൻ്റെ കുടുംബം മുടിഞ്ഞു പോകും. സൂസമ്മ 2 കൈയും തലയിൽ വെച്ച് അവനെ പ്രാഗി. സൂസമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാകേട്ടോ. എൻ്റെ മോനും വീട് വിട്ടു പോയില്ലേ? അതോ നീ അവനെയും കൊല്ലിച്ചോ? നീ ഒരിക്കലും ഗതി പിടിക്കുകയില്ല. അമ്മച്ചി എന്തൊക്കെയായി പറയുന്നേ? ആനി അവരെ ശാസിച്ചു. എന്നിട്ട് ഔസേപ്പച്ചനെ നോക്കി. അവനും കൂടി പോയെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു വെളിവും ഇല്ലാണ്ടായി. സാരമില്ല ചേച്ചി, സൂസമ്മച്ചി എന്തും പറഞ്ഞോട്ടെ. എൻ്റെ അമ്മ പറയുന്നത് പോലെയല്ലേ, ഞാൻ സഹിച്ചു. ജസ്റ്റിനെ ഞാൻ കണ്ടുപിടിച്ച് തരാം. അവൻ എങ്ങോട്ട് പോകാനാ? വല്ല ബന്ധുവീട്ടിലും കാണും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഔസേപ്പച്ചൻ പിന്നെ അവിടെ നിന്നില്ല, അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. ജയിൽ സൂപ്രണ്ട് സെല്ലിന് മുന്നിൽ വന്നു നിന്നപ്പോൾ വിൻസെൻ്റ് അഴികളിൽ പിടിച്ചെഴുന്നേറ്റു. അവൻ ആകാംക്ഷയോടെ അയാളെ നോക്കി. നിനക്ക് സുഖമാണോടാ? അയാൾ അനുകമ്പയോടെ ചോദിച്ചു. അവൻ തലയാട്ടി. ഒരു മോശം വാർത്തയുണ്ട്. സൂപ്രണ്ട് അവൻ്റെ ആശങ്ക നിറഞ്ഞ മുഖത്തു നിന്ന് നോട്ടം മാറ്റി. ഹൈക്കോടതി എൻ്റെ അപ്പീൽ തള്ളിക്കളഞ്ഞു. സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ശരിവച്ചിരിക്കുക. വിൻസെൻറ്റിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അഴികളിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുക മാത്രം ചെയ്തു. അവൻ ശ്വാസം എടുക്കുന്നില്ലെന്ന് സൂപ്രണ്ടിന് തോന്നി. സാരമില്ല, നിനക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം അപ്പീലുമായിട്ട്. വിൻസെൻ്റ് അനങ്ങിയില്ല. സൂപ്രണ്ട് വാർഡറുടെ അകമ്പടിയോടെ മടങ്ങി. വിൻസെൻ്റ് അതേ നിൽപ്പ് തുടർന്നു. അന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ 2 ഗാർഡുകൾ സെല്ലിന് മുന്നിലെത്തി. നിനക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്, അവർ പറഞ്ഞു. വെൽഫെയർ ഓഫീസറോടൊപ്പം ഔസേപ്പച്ചൻ വരുന്നത് അവൻ കണ്ടു. ഔസേപ്പച്ചൻ സെല്ലിന് മുമ്പിൽ വന്നു നിന്നു. പത്രത്തിൽ വാർത്ത കണ്ടു, ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചെന്ന്. ഔസേപ്പച്ചൻ ശോകം കിനിയുന്ന സ്വരത്തിൽ പറഞ്ഞു. സാരമില്ലടാ, നമുക്ക് സുപ്രീം കോടതി പോകാം. കേസ് ഞാൻ നടത്തിക്കോളാം. ഞാൻ ഏറ്റു. വേണ്ട, വിൻസെൻ്റ് മുരണ്ടു. ഔസേപ്പച്ചൻ മുഖം കുനിച്ച് അല്പനേരം നിന്നു. പിന്നെ കണ്ണുകൾ ഉയർത്തി വിൻസെൻറ്റിനെ നോക്കി. നാളെ എൻ്റെ കല്യാണമാണ്. എൻ്റെ കല്യാണത്തിന് നീ ഉണ്ടായിരിക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എനിക്ക് ക്ഷണിക്കാനും നിവൃത്തിയില്ല, നിനക്ക് വരാനും പറ്റില്ല. വിൻസെൻ്റ് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. കല്ലിങ്കലെ ദേവസിക്കുട്ടിയുടെ മകൾ വിജിയാണ് പെണ്ണ്. നീ എന്ന് സമ്മതം പറഞ്ഞതുകൊണ്ടാണ് ഇത് തന്നെ നടത്താമെന്ന് വെച്ചത്. വിൻസെൻറ്റിൻ്റെ ചുണ്ടുകളുടെ കോണിൽ ഒരു നിന്ദാഹാസം എരിഞ്ഞു. പിന്നെ വേറൊന്ന്, നിന്നെ അറിയിക്കേണ്ടെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് അറിയിക്കാഞ്ഞത്. പക്ഷേ എനിക്കൊരു മനസാക്ഷിയില്ലേ? ജൂലി മരിച്ചുപോയി, ആത്മഹത്യയായിരുന്നു. ഇത്തവണ വിൻസെൻറ്റിൻ്റെ ദേഹം കുളിരി കോരിയിട്ടതുപോലെ ഒന്ന് പിടഞ്ഞു. മുഖം വെട്ടി വിറച്ചു. ഇനി എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കാനുള്ള ശക്തിയില്ല. പോട്ടെ. ഔസേപ്പച്ചൻ തിരിഞ്ഞു നടന്നു. രാത്രി സെൻട്രൽ ജയിലിലെ നാഴികമണി 11 അടിച്ചു. കണ്ടംപ്റ്റ് സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് നിലവിളിയും കൈകാലിട്ടടിക്കുന്ന ഒച്ചയും കേട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന വാർഡർ ഓടിയെത്തി. വിൻസെൻ്റ് സെല്ലിനുള്ളിൽ കിടന്ന് പല്ല് കടിച്ചമറിക്കൊണ്ട് പിടഞ്ഞു പൊളിയുന്നതാണ് അയാൾ കണ്ടത്. കൈകൊണ്ടും അവൻ നെഞ്ചു പൊത്തി പിടിച്ചിരുന്നു. തറയിൽ അവിടെ ചോര. അവൻ്റെ വായിലൂടെ വീണ്ടും ചോര പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. വാർഡൻ ഉടൻ തന്നെ ഹെഡ് വാർഡനെ വിവരമറിയിച്ചു. ഹെഡ് വാർഡൻ സൂപ്രണ്ടിനെയും ജയിൽ ഡോക്ടറെയും വിളിക്കാൻ ആളയച്ചു. അരമണിക്കൂറിനുള്ളിൽ അവരെത്തി. വിൻസെൻറ്റിന് അപ്പോൾ നേരിയ ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജയിൽ ഡോക്ടർ അവനെ പരിശോധിച്ചു. വായിലൂടെ ചോരയൊലിക്കുന്നത് കണ്ട് അയാൾ ഭയന്നുപോയി. ഹോസ്പിറ്റലിലേക്ക് വേഗം ഡോക്ടർ നിർദ്ദേശിച്ചു. അവർ വിൻസെൻറ്റിനെ താങ്ങിയെടുത്ത് ജയിൽ വളപ്പിന് വെളിയിലേക്ക് കൊണ്ടുവന്നു. അവരവനെ വണ്ടിയിലേക്ക് കയറ്റി കിടത്തി വാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തുമ്പോഴും വിൻസെൻ്റ് ബോധഹീനനായിരുന്നു. കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാർ അയാളെ അടിയന്തര പരിശോധനകൾക്ക് വിധേയനാക്കി. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഹൃദയം സാധാരണഗതിയിൽ മിടിക്കുന്നുണ്ട്. ശരീരം അമിതമായി വിയർക്കുന്നുമില്ല. ഹൃദ്രോഗമായിക്കൊള്ളണമെന്നില്ല. ചോര ഛർദ്ദിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ഇയാൾക്ക് നെഞ്ചുവേദനയാണോ വയറുവേദനയാണോ വന്നതെന്ന് നമ്മൾക്കറിയില്ലല്ലോ. ഡോക്ടർ ജയിലധികൃതരോട് വിശദീകരിച്ചു. ഡോക്ടർ വിൻസെൻറ്റിൻ്റെ വയർ പരിശോധിച്ചപ്പോൾ അടിവയറിൻ്റെ ഭാഗവും മറ്റും നീര് വന്ന് വീർത്തിരിക്കുന്നതായി കണ്ടു. എന്തായാലും ഇന്ന് രാത്രി ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. നാളെ അഡ്മിറ്റ് ചെയ്തിട്ട് വേണ്ട ടെസ്റ്റുകൾക്ക് എഴുതാം. നിങ്ങൾ ഇയാൾ ഇടിച്ച് നിലംപരിശാക്കിയതൊന്നും അല്ലല്ലോ, ആണോ? അല്ല ഡോക്ടർ, ഹെഡ് വാർഡൻ പറഞ്ഞു. ഇയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാ.
ഞങ്ങൾ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളികളെ ഉപദ്രവിക്കാറില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് നിയമം. അവരോട് ഞങ്ങൾ മോശമായി സംസാരിക്കാറ് പോലുമില്ല. ഡോക്ടർ തലകുലുക്കി. ശരി, ഇവിടെ ക്യാഷ്വാലിറ്റിയിൽ ഇട്ടാൽ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടല്ലോ. ജയിൽ വാർഡിലേക്ക് തന്നെ വിടുന്നതായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും സൗകര്യം. കുറേ സമയം കഴിഞ്ഞപ്പോൾ വിൻസെൻറ്റിന് ബോധം വീണു. ഞരങ്ങിക്കൊണ്ടാണെങ്കിലും സംസാരിക്കാമെന്നായി. എന്താണ് വിൻസെൻറ്റിൻ്റെ പ്രശ്നമെന്ന് ഡോക്ടർ ചോദിച്ചു. ഭയങ്കര വയറുവേദനയും നടുവേദനയും. വിൻസെൻ്റ് വേദനയുള്ള ഭാഗങ്ങൾ തൊട്ട് കാണിച്ചു. അടിവയറിൻ്റെ ഭാഗത്ത് കഠിന വേദനയാണെന്ന് അവൻ പറഞ്ഞു. അപ്പൻഡിസൈറ്റിസോ കിഡ്നി സ്റ്റോണോ യൂറിനൽ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസോ ആകാം. തൽക്കാലം ഒന്നും പേടിക്കേണ്ട. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഗ്ലൂക്കോസ് ട്രിപ്പിനും എഴുതിയിട്ടുണ്ട്. ടെസ്റ്റുകളൊക്കെ നാളെ. ഡോക്ടർ ഒരു അറ്റൻഡറെ വിളിച്ച് സ്ട്രെച്ചർ കൊണ്ടുവരാൻ പറഞ്ഞു. അറ്റൻഡർ സ്ട്രെച്ചറുമായി വന്നു. വിൻസെൻറ്റിനെ അതിൽ കിടത്തി മുകളിലത്തെ നിലയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. 7-ാം വാർഡിലെ ജയിൽ പുള്ളികൾക്കുള്ള മുറിയിൽ അവർ വിൻസെൻറ്റിനെ കൊണ്ടുചെന്ന് കിടത്തി ഗ്ലൂക്കോസ് ട്രിപ്പും ഇട്ടു. പുറത്ത് കാവലും ഏർപ്പെടുത്തി. വാതിൽ പുറമേ നിന്ന് അടച്ചതോടെ വിൻസെൻ്റ് എഴുന്നേറ്റു. കാൽപാദത്തിനിടയിൽ നിലത്ത് ശരിക്ക് സ്പർശിക്കാത്ത ഭാഗത്ത് കാൽവെള്ളയുടെ തൊലിക്കടിയിൽ ലംബമായി തിരികെ വെച്ചിരുന്ന സൂചി വലിച്ചെടുത്തു. അത് കിടക്കയുടെ വലതുമൂലയിലേക്ക് കുത്തി കയറ്റി വെച്ചു. അനന്തര നടപടികളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് വിൻസെൻ്റ് അങ്ങനെ തന്നെ കിടന്നു. ഡ്രിപ്പ് തീർന്നപ്പോൾ മണിബന്ധത്തിൽ ഘടിപ്പിച്ചിരുന്ന നീഡിൽ ഊരി ബെഡിന് കീഴിലേക്കിട്ടു. കുറേ കഴിഞ്ഞവൻ എഴുന്നേറ്റ് മുറി പരിശോധിച്ചു. മുൻവാതിലൂടെ അല്ലാതെ ഇതിൽ നിന്നും പുറത്തു കിടക്കുക അസാധ്യമാണെന്ന് അവന് മനസ്സിലായി. ഒരു പഴുതുമില്ല. ജനാലകളും വെന്റിലേഷനും എല്ലാം ഇരുമ്പഴികളിട്ട് ബന്ദോബസ്താക്കിയിരിക്കുന്നു. രാത്രിയായതിനാൽ പുറം കാഴ്ചകൾ വ്യക്തമല്ല. വിൻസെൻ്റ് കിടക്കയിൽ വന്ന് കിടന്നു. അല്പസമയത്തിനുള്ളിൽ ഉറങ്ങുകയും ചെയ്തു. പുലർച്ചയ്ക്ക് തന്നെ വിൻസെൻ്റ് ഉണർന്നു. കിടക്കയിൽ മൂലയിൽ നിന്ന് സൂചി വലിച്ചെടുത്ത് അത് ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിൽ പിടിച്ചു. മുന അല്പം മാത്രം പുറത്തേക്ക് വരത്തക്ക വിധം ക്രമീകരിച്ച ശേഷം 2 വിരലുകളും വായ്ക്കുള്ളിൽ തിരുകി. നാക്ക് പുറത്തേക്ക് നീട്ടി തൊണ്ടയിലേക്ക് വിരലുകൾ നീട്ടി. അവിടെ നേരത്തെ സൃഷ്ടിച്ച മുറിവുകൾക്ക് മീതെ കൂടി സൂചി തലപ്പ് അമർത്തി ഓടിച്ചു. വിരലുകൾ പുറത്തേക്കെടുക്കുമ്പോൾ അതിനറ്റത്ത് ചോര പുരണ്ടിരുന്നു. ജയിൽ യൂണിഫോമായ വെള്ളമുണ്ടുരിഞ്ഞ് തോളത്തിട്ട ശേഷം അവൻ ജനാലയ്ക്ക് അഭിമുഖമായി ഒരു കാൽ ജനാലപ്പടിയിൽ ഉയർത്തി വെച്ച് നിന്നു. അടിവയറിലെ നീർക്കെട്ട് അല്പം കുറഞ്ഞിരുന്നു. വിചാരണയ്ക്ക് മുമ്പ് സബ് ജയിലിൽ കിടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കരുണൻ എന്ന തടവുപുള്ളിയാണ് വൃഷ്ണങ്ങൾക്കിടയിലൂടെയുള്ള സൂചിപ്രയോഗത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തത് എന്ന് മാത്രമല്ല, സൂചിപ്രയോഗത്തിൻ്റെ ഫലസാധ്യത അയാൾ തൻ്റെ ശരീരത്തിലൂടെ തെളിയിച്ച് കാണിക്കുകയും ചെയ്തു. സൂക്ഷ്മ ശ്രദ്ധയും ജാഗ്രതയും അത്യാവശ്യം വേണ്ട സൂചിപ്രയോഗം കഠിന വേദനയും ഉളവാക്കിയിരുന്നു. വിൻസെൻ്റ് അടുത്ത 12 മണിക്കൂർ നേരത്തേക്ക് വയറുവേദനയും നീർക്കെട്ടും മൂത്രത്തിൽ രക്തവും ഉറപ്പാക്കി. അതിനുശേഷം സൂചി കിടക്കടിയിൽ വെച്ച് പഴയതുപോലെ കിടന്നു. രാവിലെ നേഴ്സ് എത്തി. ഡ്രിപ്പ് സ്റ്റാൻഡ് നീക്കി. കയ്യിൽ ഘടിപ്പിച്ചിരുന്ന നീഡിൽ എവിടെയാണെന്ന് അവർ ചോദിച്ചു. ഭയങ്കര വേദനയായിരുന്നു, ഞാനതെടുത്ത് കളഞ്ഞു. നേഴ്സ് അനിഷ്ടത്തോടെ നെറ്റി ചുളിച്ച് അയാളെ നോക്കി. എന്നാൽ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. വിൻസെൻ്റ് മിണ്ടിയില്ല. അല്പം കഴിഞ്ഞൊരു ഡോക്ടർ എത്തി. വിൻസെൻറ്റിനെ പരിശോധിച്ചു. കാഷ്വാലിറ്റിയിലെ ഡോക്ടർ കുറിച്ചിരുന്ന കേസ് ഷീറ്റ് നോക്കി. നെഞ്ചുവേദനയെപ്പറ്റിയും നീർക്കെട്ടിനെ പറ്റിയും വിൻസെൻറ്റിനോട് ചോദിച്ചു. ഇത് കൂടെ വരാറുള്ളതാണോ എന്ന് തിരക്കി. വിൻസെൻറ്റിനെ ടെസ്റ്റുകൾക്കും എക്സ്റേക്കും സ്കാനിങ്ങിനും മറ്റുമായി താഴേക്ക് കൊണ്ടുചെല്ലാൻ നിർദ്ദേശിച്ചിട്ട് ഡോക്ടർ പോയി. ഒരു അറ്റൻഡറും നേഴ്സും കൂടി സ്ട്രെച്ചറുമായി വന്നു. ഇതിനകം ബെഡിനടിയിലിരുന്ന നീഡിൽ വിൻസെൻ്റ് എടുത്ത് ഉടുവസ്ത്രത്തിനടിയിൽ വെച്ചിരുന്നു. വിൻസെൻറ്റിനെ സ്ട്രെച്ചറിൽ കിടത്തി അറ്റൻഡർ താഴേക്ക് കൊണ്ടുപോയി. പാസേജിലൂടെ പോകുമ്പോൾ വിൻസെൻ്റ് പരിസര നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ആദ്യം വിൻസെൻറ്റിനെ ECG പരിശോധനയ്ക്ക് വിധേയനാക്കി. ഹൃദയമിടിപ്പിൻ്റെ താളക്രമത്തിൽ വ്യതിയാനം വരത്തക്ക വിധം വിൻസെൻ്റ് തൻ്റെ ശ്വാസോച്ഛ്വാസം ക്രമീകരിച്ചു. കാർഡിയോഗ്രാഫർ റിലാക്സ് ചെയ്യാൻ വിൻസെൻറ്റിനോട് കൂടെ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. ECG എടുത്ത ശേഷം വിൻസെൻറ്റിനെ എക്സ്റേ എടുക്കുവാനായി കൊണ്ടുപോയി. ഷർട്ട് അഴിച്ചു മാറ്റിയ ശേഷം എക്സ്റേ എടുത്തു. അതിനുശേഷം സ്കാനിംഗ് റൂമിലേക്ക് നീക്കി. ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞു. വിൻസെൻറ്റിനെ 7-ാം വാർഡിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു. രക്തവും മൂത്രവും എല്ലാം പരിശോധനയ്ക്ക് എടുത്തുകൊണ്ടുപോയി. ഈ സമയമെല്ലാം വിൻസെൻ്റ് പരിസര നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ആശുപത്രിയുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണയായി. ആശുപത്രിയുടെ പുറത്തേക്കുള്ള കവാടങ്ങളും മുള്ളുവേലിയും സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റും പുറത്തേക്കുള്ള റോഡുകളും അവൻ നോക്കി വെച്ചു. ഉച്ചതിരിഞ്ഞ് ടെസ്റ്റ്, സ്കാനിങ്, എക്സ്റേ റിപ്പോർട്ടുകൾ ഡോക്ടറുടെ മുമ്പിലെത്തി. രോഗനിർണയം നടത്താനാകാതെ ഡോക്ടർ കുഴങ്ങി. ECG നോക്കിയപ്പോൾ അതിൽ ഹൃദ്രോഗ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു.
എക്സ്റേയിൽ അടിവയറിൻ്റെ ഭാഗത്തൊരു വെളുത്ത പാട് ദൃശ്യമായി. നീർക്കെട്ടിൻ്റെ കാരണം ദുരൂഹമായിരുന്നു. മൂത്രത്തിൽ രക്തത്തിൻ്റെ അളവ് കൂടിയ തോതിൽ കണ്ടതും ഡോക്ടറെ ചിന്താകുഴപ്പത്തിലാക്കി. വിൻസെൻ്റ് ഈ സമയം ചാടിപ്പോകാനുള്ള തന്ത്രങ്ങൾ മനസ്സിൽ ആവിഷ്കരിക്കുകയായിരുന്നു. വീണ്ടും രാത്രി വന്നു. 11 മണിയായപ്പോൾ വിൻസെൻറ്റിൻ്റെ മുറിയിൽ നിന്ന് ബഹളം കേട്ട് കാവൽ പോലീസുകാർ വാതിൽ തുറന്നു നോക്കി. കട്ടിലിൽ നിന്ന് താഴെ വീണ് കിടന്ന് പിടയ്ക്കുകയായിരുന്നു വിൻസെൻ്റ്. വീണ്ടും അവൻ ചോര ഛർദ്ദിച്ചിരിക്കുന്നു. പോലീസ് ഉടൻ തന്നെ ഡ്യൂട്ടി ഡോക്ടറെ വിവരമറിയിച്ചു. ഡോക്ടറും നേഴ്സും വന്നു നോക്കി. സ്ട്രെച്ചറിൽ അയാളുടെ ശരീരം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കാൻ നിർദ്ദേശിച്ചിട്ട് ഡോക്ടർ പോയി. അറ്റൻഡർമാർ വന്ന് ബോധശൂന്യമായി കിടന്ന വിൻസെൻറ്റിനെ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി താഴത്തെ നിലയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. പോലീസുകാർ സ്ട്രെച്ചറിൻ്റെ ഇടവും വരവും നിന്നു. സ്ട്രെച്ചർ തിയേറ്ററിൻ്റെ വാതിൽക്കൽ ഇട്ടിട്ട് അറ്റൻഡർമാർ ഡോക്ടറെ വിവരം അറിയിക്കാനായി പോയി. വിൻസെൻ്റ് കൺപീലികൾക്കിടയിലൂടെ നോക്കി. പോലീസുകാർ ആരെയൊക്കെയോ പഴിച്ചും പിറുപിറുത്തും അശ്രദ്ധരായി നിൽക്കുകയാണ്. തൻ്റെ തലയ്ക്കൽ പുറംതിരിഞ്ഞാണ് അവരുടെ നിൽപ്പ്. വിൻസെൻ്റ് കാലുകൾ അല്പം മടക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് നല്ലപോലെ മടക്കി. ഭിത്തിയിൽ 2 കാലുകളും ചവിട്ടി സർവ്വശക്തിയും കാലുകളിലാക്കി പിന്നോട്ട് ആഞ്ഞു കുതിച്ചു. ഊക്കോടെ പിന്നോട്ട് വന്ന സ്ട്രെച്ചർ ഇടിച്ച് പോലീസുകാർ വീണു. പിടഞ്ഞെണീറ്റ വിൻസെൻ്റ് സ്ട്രെച്ചറിൽ നിന്ന് ഊർന്നിറങ്ങി. എഴുന്നേൽക്കാനാഞ്ഞ പോലീസുകാരുടെ മീതേക്ക് സ്ട്രെച്ചർ തള്ളിമറിച്ചു. പാസേജിലൂടെ അവനൊരു കാട്ടുനായിയെ പോലെ കുതിച്ചോടി. പാസേജ് വിജനമായിരുന്നു. ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിന് എതിർവശത്ത് ഉള്ള ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തു നിന്ന് 2 ഡോക്ടർമാരും 3 നേഴ്സുമാരും നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരാൾ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു പോകുന്നത് കണ്ട് അവർ അന്തം വിട്ടു നിന്നു. പിറകെ പോലീസുകാർ ഓടുന്നത് കണ്ടപ്പോൾ മാത്രമേ അവർക്ക് അപകടം മനസ്സിലായുള്ളൂ. പാസേജിൽ അവിടെ ബെഞ്ചുകളിലും കസേരകളിലും ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നവർ ബഹളം കേട്ട് ഞെട്ടി ഉണർന്നു. സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റിലിരുന്ന് മയങ്ങിയവരും കാര്യമെന്തെന്നറിയാതെ പാഞ്ഞു എത്തി. ആ ജയിൽ പുള്ളി രക്ഷപ്പെട്ടു. ഒരു അറ്റൻഡർ വിളിച്ചു പറയുന്ന ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. പുറത്ത് കടന്ന വിൻസെൻ്റ് ആശുപത്രിയുടെ പിൻഭാഗം ലക്ഷ്യമാക്കി ഓടി. പോലീസുകാരും സെക്യൂരിറ്റി ഗാർഡുകളും പിന്നാലെ പാഞ്ഞു വരുന്നത് അവന് കാണാമായിരുന്നു. തൻ്റെ കാലുകൾക്ക് വേഗം പോരെന്ന് അവന് തോന്നി. പാദങ്ങൾ മണലിൽ പുതയുന്നത് പോലെ, മുട്ടുകൾ കുഴയുന്നത് പോലെ. ഇങ്ങനെയൊരു തടവുചാട്ടം മനസ്സിൽ കണ്ട് അത്യാവശ്യം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതാണ്. കണ്ടംപ്റ്റ് സെല്ലിനുള്ളിൽ ദിവസേന യോഗ ചെയ്തിരുന്നു. നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ചെയ്യാവുന്ന കഠിന വ്യായാമങ്ങൾ വരെ രഹസ്യമായി ചെയ്തിരുന്നു. തടവ് ചാടി ഒളിവിൽ കഴിയുന്ന ഒരാളുടെ ശരീരം ബലിഷ്ഠമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത മുൻകൂട്ടി കണ്ട് അതനുസരിച്ചായിരുന്നു ഓരോ വ്യായാമമുറയും അനുഷ്ഠിച്ചിരുന്നത്. എന്നിട്ടും ഇപ്പോൾ കാലുകൾക്ക് വിറയൽ, അതിശക്തമായ കിതപ്പ്, പേശികളും ഞരമ്പുകളും വലിഞ്ഞു മുറുകി പൊട്ടാൻ പോകുന്നത് പോലെ. കഴിവറുടെ മോനെ, നീ ഓടരുത്, ഓടിയാൽ നീ രക്ഷപ്പെടില്ല. പിന്നിൽ നിന്ന് ഏതോ പോലീസുകാരൻ വിളിച്ചലർന്നത് കേൾക്കാമായിരുന്നു. അവർക്കും തനിക്കുമിടയിൽ 100 വാര അകലമെങ്കിലും ഉണ്ടെന്ന് അവൻ കണക്കുകൂട്ടി. 200 വാരയെങ്കിലും വേണ്ടിയിരുന്നു. തനിക്ക് വേഗത പോരാ. കാട്ടുകുതിരയുടെ ശക്തിയാണിപ്പോൾ വേണ്ടത്. അവൻ കുതിച്ചു പാഞ്ഞു. ഇടയ്ക്കൊരു വട്ടം തിരിഞ്ഞു നോക്കി. പോലീസുകാർക്ക് പിന്നിൽ സെക്യൂരിറ്റി ഗാർഡുകളും ഓടി വരുന്നത് കാണാമായിരുന്നു. ആശുപത്രിയുടെ പിൻഭാഗത്തെത്തി അവൻ ഒരു മാത്രം നിന്നു. ഞൊടിയിടയ്ക്കുള്ളിൽ രംഗനിരീക്ഷണം നടത്തി. പിന്നെ മുള്ളുവേലി ചാടിക്കടന്നു. അതിനിടയിൽ ശരീരം എവിടെയൊക്കെയോ കീറി മുറിഞ്ഞു. ഇല്ലിക്കൂട്ടങ്ങളും ഞാവലും കശുമാവും പാലയും വട്ടയും എല്ലാം വളർന്നു പടർന്നു നിൽക്കുന്ന കുറ്റിക്കാട്ടിലെത്തിയതോടെ വെളിച്ചത്തിൻ്റെ സഹായം നിലച്ചു. മുള്ളുവേലിക്കരികിലെത്തിയ പോലീസുകാർ എന്ത് വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത് കാണാമായിരുന്നു. ടോർച്ച് കൊണ്ടുവാ, വെളിച്ചം വേണം, ആരോ ഉറക്കെ വിളിച്ചു പറയുന്നു. അവൻ കടന്നു കളഞ്ഞു. ഇതിലെയാ പോയത്. ഇല്ലിക്കൂട്ടങ്ങൾക്കിടയിലൂടെ നൂണ്ടു ഇഴഞ്ഞും വലിഞ്ഞും വിൻസെൻ്റ് നീങ്ങിക്കൊണ്ടിരുന്നു. ഇരുട്ടായതിനാൽ ഒന്നും കാണാൻ വയ്യ. കാടുപോലെ പാഴ്മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ദൂരം. അവൻ ദൃഢപ്രതിജ്ഞ പോലെ തന്നെത്താൻ മന്ത്രിച്ചു. പിടികൊടുക്കരുത്, ഇനിയൊരു ഊഴമില്ല തനിക്ക്. പാഴ്ക്കൂട്ട മരങ്ങളെ പിന്തള്ളി അവൻ പൊന്തക്കാടുകളിലേക്ക് നൂണ്ടിറങ്ങി. കാട്ടുതീയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പരക്കം പായുന്ന മഞ്ഞമൃഗത്തെ പോലെ അവൻ ഭ്രാന്തെടുത്ത് ഓടിക്കൊണ്ടിരുന്നു. സെൻട്രൽ ജയിലിൽ മിനിറ്റുകൾക്കുള്ളിൽ സന്ദേശമെത്തി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന വിൻസെൻ്റ് രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് അവൻ ചാടിപ്പോയി. ജയിൽ സൂപ്രണ്ട് ഇടിവെട്ടേറ്റതുപോലെ തരിച്ചിരുന്നു. നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സന്ദേശങ്ങൾ പാഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു. SP ഓഫീസിലും വാർത്തയെത്തി. അവിടെ നിന്ന് നഗരപ്രാന്തത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കും വാർത്ത പരന്നു. റോഡുകളെല്ലാം സീൽ ചെയ്യുക, പരിശോധന കൂടാതെ ഒറ്റ വാഹനം പോലും കടത്തിവിടരുത്. DYSP ജോഷി ജോൺസ് ഉറങ്ങുകയായിരുന്നു.
തുടർച്ചയായ ടെലിഫോൺ മണി വെച്ച് അയാളുടെ ഉറക്കം കെടുത്തി. ഏത് നശിച്ചവനാണ് കിടന്നുറങ്ങാൻ സമ്മതിക്കാത്തത് എന്ന് മനസ്സാ പിറുപിറുത്തുകൊണ്ടാണ് ജോഷി ജോൺസ് ഫോൺ എടുത്തത്. SP ഓഫീസിൽ നിന്നായിരുന്നു ഫോൺ കോൾ. വധശിക്ഷ കാത്തുകിടന്ന വിൻസെൻ്റ് തടവു ചാടി. അതിന് ഞാനെന്ത് വേണമെന്നൊരു മറുചോദ്യം നാവിൽ വിളഞ്ഞതാണ്. ജോഷി അത് അടക്കി. വിശദവിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഫോൺ വെച്ചിട്ട് അയാൾ എഴുന്നേറ്റ് യൂണിഫോം ഇടുന്നത് കണ്ടു ഭാര്യ ചോദിച്ചു, ഇപ്പോഴെങ്ങോട്ടാ ഈ പാതിരാത്രിക്ക്? ഒരു കൊലപ്പുള്ളി ജയിലിൽ ചാടിയത്രേ. ആശുപത്രിയിൽ നിന്ന്. അയാൾ വേഗം യൂണിഫോം ഇട്ട് സർവീസ് റിവോൾവറും തൊപ്പിയും എടുത്ത് ഉടൻ പോകാനൊരുങ്ങി. ഫോൺ ബെല്ല് കേട്ട് സീമ ജോൺസ് ഉണർന്നിരുന്നു. താഴെ വെളിച്ചം കണ്ടു, സംഭാഷണങ്ങളും കേട്ടു. അവൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ ജോഷി യൂണിഫോമിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. എങ്ങോട്ടാ ജോഷി ചായ ഈ രാത്രിയിൽ? ജോഷി തിരിഞ്ഞ് അവളെ നോക്കി. അവൻ ജയിലിൽ ചാടിയെന്ന് ആ വിൻസെൻ്റ്. ശീതക്കാറ്റേറ്റതുപോലെ സീമയുടെ ദേഹം കുളിര് കോരിയിട്ടു. ജോഷി ജോൺസ് ജീപ്പ് ഓടിച്ചു പോകുന്നത് നോക്കി സീമ സിറ്റൗട്ടിൽ നിന്നു. ഷാനി വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. പോയി കിടക്ക് സീമയെ, വാതിലടയ്ക്കട്ടെ, ഊർക്കച്ചടവോടെ ഷാനി പറഞ്ഞു. സീമ അകത്തേക്ക് പോന്നു. ഷാനി വാതിലടിച്ച് ബോൾട്ടിട്ടു. നീ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ കൊലപ്പള്ളിയല്ലേ രക്ഷപ്പെട്ടത്? ഷാനി ചോദിച്ചു. അതേന്ന് തോന്നുന്നു, സീമ അലക്ഷ്യമായി പറഞ്ഞു. എങ്ങനെ ചാടി സെൻട്രൽ ജയിലിൽ നിന്ന്? അത്രയ്ക്ക് ബിരുദനാണോ? എനിക്കറിയില്ല, ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയെന്നാണ് ജോഷിച്ചായൻ പറഞ്ഞത്. സീമ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ടെറസിൽ ചെന്ന് നിന്നവൾ ദൂരേക്ക് കണ്ണോടിച്ചു. തെരുവിലൂടെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓടിമറിയുന്നു. ചാരനിറം പൂണ്ട ആകാശത്തിന് താഴെ കനത്ത നിഴലിലാണ്ടതുപോലെ അപാരതയിലേക്ക് ലയിച്ചു കിടക്കുന്ന ഭൂതലം. ഒരു തീവണ്ടിയുടെ ചൂളംവിളി കേട്ടു. ഇരുമ്പ് ചക്രങ്ങൾക്ക് കീഴെ പാളങ്ങൾ അലയ്ക്കുന്ന ശബ്ദവും കേൾക്കായി. വിൻസെൻ്റ് രക്ഷപ്പെട്ടിരിക്കുന്നു. പേടിയോടെയും സന്തോഷത്തോടെയും അവൾ ഓർത്തു. പറഞ്ഞതുപോലെ തന്നെ അവൻ പണി പറ്റിച്ചു. അവനതെങ്ങനെ സാധിച്ചു? ഹൈക്കോടതി അവൻ്റെ വധശിക്ഷ ശരിവെച്ചുവെന്ന് വാർത്ത അറിഞ്ഞപ്പോൾ വലിയ ദുഃഖം തോന്നിയിരുന്നു. മുറുകിപ്പോയ മരണക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചാടിയത്രേ. താൻ ചെയ്ത സഹായമാണോ അതിനുപകരിച്ചത്? പോലീസ് അവനെ പിടികൂടിയാൽ അവൻ അതെല്ലാം തുറന്നു പറയുമോ? സീമയ്ക്ക് ഉൾക്കിടിലം അനുഭവപ്പെട്ടു. വധശിക്ഷ വിധിക്കപ്പെട്ട കൊലയാളിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് വലിയ കുറ്റം തന്നെയാണ്. താനും പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അവൻ തന്നോട് സൂചി ചോദിച്ചിട്ടില്ല. താനതവന് കൊടുത്തിട്ടുമില്ല. തൻ്റെ മേൽ ആരോപണം വന്നാലും അത് തെളിയിക്കാൻ ആർക്ക് സാധ്യമല്ല. സീമ അങ്ങനെ ആശ്വസിച്ചു. പോലീസ് ഇപ്പോൾ അവനെ തിരികെ ഭ്രാന്ത് പിടിച്ചുടറുകയായിരിക്കുമെന്ന് അവൾ ഓർത്തു. എല്ലാ സ്ഥലങ്ങളും അവരരിച്ചു പെറുക്കി. അവന് ഒളിക്കാൻ താവളമുണ്ടോ? പോലീസിനെ കബളിപ്പിച്ച് പലായനം ചെയ്യാൻ അവന് സാധിക്കുമോ? സാധിക്കട്ടെ എന്ന ആശിക്കുകയേ നിവൃത്തിയുള്ളൂ. അവൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. നിരപരാധിത്വം തെളിയിക്കാൻ അവന് കഴിയട്ടെ. മഴത്തുള്ളികൾ ദേഹത്ത് വീണപ്പോൾ സീമ അമ്പരന്നു. ഒരു മുന്നറിയിപ്പുമില്ല. കാറ്റോ ഇടിയോ മിന്നലോ ഒന്നും. വലിയ മഴത്തുള്ളികൾ. 2ാം നിലയുടെ മുകളിലെ ടെറസിന് മീതെ വാട്ടർ ടാങ്കിന് തണലായി കെട്ടിയ ഫൈബർ ഷീറ്റുകൾക്ക് മീതെ മഴത്തുള്ളികൾ വന്നലയ്ക്കുന്ന ഒച്ചയ്ക്ക് ശക്തിയേറി. സീമ വേഗം സൺഷെയ്ഡിന് കീഴിലേക്ക് മാറി നിന്നു. ഈ സമയം മെഡിക്കൽ കോളേജിൻ്റെ പരിസരവും പ്രാന്തപ്രദേശങ്ങളും അരിച്ചു പെറുക്കുകയായിരുന്നു പോലീസ്. റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് ചെക്കിങ് തുടർന്നു. വലിയ സെർച്ച് ലൈറ്റുകളുമായി പോലീസ് വാഹനങ്ങൾ അങ്ങിങ്ങോ പാഞ്ഞു നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ കോരിച്ചൊരിയുന്ന മഴയായി. അതോടെ തെരച്ചിൽ മന്ദഗതിയിലായി. ഔസേപ്പച്ചൻ ആനന്ദലഹരിയിലായിരുന്നു. വിജയെ വിവാഹം കഴിക്കുക കൂടി ചെയ്തതോടെ താൻ ആശിച്ചതെല്ലാം നേടിയെന്ന് അയാൾ അഭിമാനിച്ചു. താനൊരു ചെസ് കളിക്കാരനാകേണ്ടിയിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. എങ്കിൽ താനായിരുന്നേനെ ലോക ചെസ് ചാമ്പ്യൻ. തന്നെപ്പോലെ അത്രമേൽ ഭംഗിയായി, ഗൂഢമായി, ബുദ്ധിപൂർവമായി കരുനീക്കം നടത്താൻ അറിയാവുന്നവർ ആരുണ്ട് ലോകത്ത് എന്ന് അയാൾ അഹങ്കരിച്ചു. നിർഭാഗ്യവശാൽ തൻ്റെ കരുക്കളെല്ലാം മനുഷ്യരായിപ്പോയി. ആനയും കുതിരയും തേരും മന്ത്രിയും എല്ലാം മനുഷ്യർ. 8 ലക്ഷം രൂപയാണ് ഔസേപ്പച്ചന് സ്ത്രീധനമായി കല്ലുങ്കൽ ദേവസിക്കുട്ടി കൊടുത്തത്. ഇനിയും പലതും കൊടുക്കാനിരിക്കുന്നു. ഒടുവിൽ ഭൂസ്വത്തിൻ്റെ ഒരു ഓഹരിയും കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനേക്കാളെല്ലാം അയാൾ വലുതായി കിട്ടിയത് മുളങ്കരയിലെ ഏറ്റവും സുന്ദരിയായ യുവതിയെ ഭാര്യയായി കിട്ടിയതാണ്. അതും പായിപ്പാട്ട് വിൻസെൻ്റ് കൊതിച്ച പെണ്ണിനെ, അവനെ പ്രേമിച്ച പെണ്ണിനെ. പ്രതികാര വാത്സല്യത്തിൻ്റെതായ ഒരു സുഖം അയാൾ ഓർമ്മയിലിട്ട് നുണഞ്ഞുകൊണ്ടിരുന്നു. ആദ്യ രാത്രിയിൽ വിജയെ തൻ്റെ കിടക്കയിൽ കെട്ടിയപ്പോൾ താൻ രാജാവായതായി അയാൾ മനസ്സാ പ്രഖ്യാപിച്ചു. അവളുടെ സുഖമായ ശരീരം തഴുകി രസിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, വിന്നിച്ചൻ എനിക്ക് മാപ്പ് തരട്ടെ. അവൻ്റെ പെണ്ണിനെ എനിക്ക് കെട്ടേണ്ടി വന്നല്ലോ. സത്യത്തിൽ അവൻ എന്നോട് നന്ദിയാ തോന്നേണ്ടത്. അവൻ കൊതിച്ച പെണ്ണിനെ വേറെ ആരും സ്വന്തമാക്കിയില്ലല്ലോ. അവൻ്റെ ആത്മസുഹൃത്തല്ലേ കിട്ടിയത്. എന്തു ചെയ്യാനാ? അവന് യോഗമില്ലാതെ പോയി. ഓർത്താൽ സങ്കടമുള്ള കാര്യമാ. പക്ഷെ വിധി ഇതായി പോയില്ലേ.
വിജി ഒന്നും മിണ്ടിയില്ല. ബലിക്കല്ലിൽ എന്ന പോലെ കിടക്കുകയായിരുന്നു അവൾ. കുരുതിക്ക് തലവെച്ച് കാത്തിരിക്കുന്ന മൃഗത്തെ പോലെ. കുരുതി കൊടുത്തവൻ ആരായാലെന്ത്? അവൻ ശിരച്ഛേദം നടത്തുന്നത് കൊടുവാളുകൊണ്ടോ പിച്ചാത്തി കൊണ്ടോ ആയാലെന്ത്? നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാണോ? ഔസേപ്പച്ചൻ സൗമ്യമധുരമായി ചോദിച്ചു. വിജി അതിനും പ്രതികരിച്ചില്ല. വിഷമിക്കാനൊന്നുമില്ല മോളെ, ഭോഗാസക്തനായിക്കൊണ്ട് ഔസേപ്പച്ചൻ മന്ത്രിച്ചു. അവൻ്റെ സമ്മതം ചോദിച്ചിട്ടാണ് ഞാൻ ഇതിന് തയ്യാറായത്. അവൻ നോവൽ നാളെ വീണ്ടും തുടരും.